സങ്കീർത്തന പുസ്തകത്തിലെ ഒരുപാട് ശക്തിയേറിയ ഒരു പ്രാർത്ഥന നമുക്കിന്ന് പരിചയപ്പെടാം. 79-ാം സങ്കീർത്തനം 9-ാം വാക്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. കാരണം ദൈവത്തിന്റെ നാമമാണ് ഏറ്റവും ശക്തിയേറിയത്. ഈശോയുടെ തിരുനാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഏറ്റവും ശക്തിയേറിയത്. നടപടി പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെയാണ്: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ കീഴിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് ഈശോയുടെ തിരുനാമമാണ്. തിരുനാമത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. കാരണം നടപടി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെയാണ്: പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസറായന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കുക. അത് വളരെയേറെ ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു സങ്കീർത്തനമുണ്ട്, ഇതൊരു പ്രാർത്ഥന തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു സങ്കീർത്തനം 79-ാം സങ്കീർത്തനം 9-ാം വാക്യം, അത് നമുക്ക് ബൈഹാർട്ട് പഠിക്കാം, എല്ലാവർക്കും പഠിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമുക്ക് ഈ പ്രാർത്ഥന ചെല്ലാം. പ്രത്യേകിച്ച് നമ്മളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പരീക്ഷ എഴുതുമ്പോൾ, ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനമാണ് 79-ാം സങ്കീർത്തനം 9-ാം വാക്യം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യഥാവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.